ഞാൻ ലൈവ് വന്ന് വേറൊന്നുമല്ല കേസ്. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ മെസ്സേജ് അയക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ലൈവ് വന്ന് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ എന്താണ് നടക്കുന്നതെന്നുള്ള ഐഡിയ ഇല്ലാതിരിക്കും. എന്താണ് സംഭവം എന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ വൈകിട്ട് നമ്മുടെ സെറ്റി ടെർമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാം നമ്മൾ എന്താ പറയണ്ടേ, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ ഹൈസർ. സിമ്പിളായിട്ട് ഞാനൊരു പറയണ്ടേ കാര്യം പറയാം. അതായത് നമ്മള് 5 മിനിറ്റ്, അതായത് റോക്ക് സ്റ്റാറിന്റെ റൂൾസ് വയലേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമുക്ക് ടെർമിനേഷൻ കിട്ടിയത്. അപ്പം നമ്മളതിന് അപ്പീലിന് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പീലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അറിയാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത് ഈ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ 5 ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ അവരുടെ പോളിസി പ്രകാരം അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 14 ഡേയ്സ് സസ്പെൻഷനാണ് സാധാരണ അവർ കൊടുക്കാറുള്ളത്. ചില കാര്യങ്ങൾക്ക് മാത്രമേ അവർ ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മുടെ സിറ്റിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്തത്. അത് പെട്ടെന്നുള്ള ഉണ്ടായത് ഇതൊന്നും ആയിരിക്കില്ല. അവർക്ക് കംപ്ലയിന്റ് ചെയ്യുന്നു, അവർ കറക്റ്റായിട്ട് അത് വാലിഡേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ടെർമിനേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ അവർ വാലിഡേറ്റ് ചെയ്തിട്ടാണ് ടെർമിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ചൈൽഡ് അബ്യൂസ് ആണ് അവർ മെയിനായിട്ട് പറയുന്ന കാര്യം. അതായത് ഇതൊരു 18+ ഗെയിം ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ നമുക്ക് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതൊരു 18+ ഗെയിം ആക്കി പ്രോപ്പറായിട്ട് വൈലിസ്റ്റ് 18+ന് മേളിലേക്ക് ആക്കിയായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സൈഡാണ് കിഡ്പെഡ്. ആക്ച്വലി റോക്ക് സ്റ്റാറിന്റെ പോളിസി പ്രകാരം കിഡ്പെഡ് സിറ്റിയിൽ അലോഡ് അല്ല. അതായത് ഇപ്പം സൂര്യബോസ് അല്ലെങ്കിൽ മീനൂട്ടി, ചിന്നു അങ്ങനത്തെ ഉള്ള പെഡൊന്നും സിറ്റിയിൽ ഇട്ടുകൂടാ. പിന്നെ അവരെ ഗൺനെയിം ചെയ്യുന്നത്, അവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അതുപോലെ ഈ ഫാമിലി ആർക്കും ഉണ്ടല്ലോ, അച്ഛനമ്മ മക്കൾ, ആ ആർക്കൊന്നും പോസിബിൾ അല്ല. അല്ല അതുപോലെ ഇത് നമ്മൾ മുന്നേ പറഞ്ഞപ്പോഴും നിങ്ങളൊക്കെ അതെന്താ ചെയ്താലേ അത് നമുക്ക് സെർവറിന് അലോ ചെയ്തൂടെ എന്നുള്ള ഇത് ചോദിച്ചു. ഇതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് ഇതാണ്. ഇതിനൊക്കെ ലൂപ്പ് ഉണ്ട്. ആൾക്കാർ അതേപോലെ എന്താ പറയണ്ടേ റിപ്പോർട്ട് അടിച്ചു, നമുക്ക് പണി കിട്ടി. നമ്മൾ ഓരോ അതല്ല, റൂള് കൊണ്ടുവരുമ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നോ, നമുക്ക് അലോ ചെയ്തൂടെ, ഇന്ന പ്ലേയേഴ്സ് ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് അതേപോലെ തന്നെ 18+ ഗെയിമാണ്. അതായത് 5 18+ ആണ്. അതിനായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അങ്ങനെ പണി കിട്ടിയതാണ്. അപ്പൊ ഇതും ഈ ചൈൽഡ് മാത്രമല്ല. ഇപ്പം നമ്മൾ സ്കൂൾ ചെയ്യുന്നുണ്ട്, സ്കൂൾ ആപ്പി, അത് പോസിബിൾ അല്ല. സ്കൂള് അല്ലെങ്കിൽ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് സിറ്റി പാടില്ല. അതുപോലെ ഡേ കെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു കണ്ടന്റും സിറ്റി പാടില്ല. പിന്നെ സ്റ്റോഴ്സ് സിറ്റി, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അവർ കുറേ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊന്നാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്, ചൈൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പം അതാണ് നമ്മുടെ സിറ്റി ടെർമിനേറ്റ് ചെയ്യാനുള്ള കാരണം. നമുക്ക് എന്താണ് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഇത് അന്വേഷിച്ച് നോക്കി, അവിടുത്തെ മോഡറേറ്റേഴ്സായിട്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർവീസും അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ അപ്പീൽ ചെയ്യുന്നതിന് റെസ്പോണ്ടും ചെയ്യത്തില്ല. പിന്നെ നമ്മൾ വേറെ കുറേ റിസർച്ച് ചെയ്ത് നോക്കി, അതിലെല്ലാം പറയുന്ന കാര്യം സെയിം തന്നെയാണ്. ഇതുവരെ ടെർമിനേറ്റ് ചെയ്ത ഒരു സെർവറും അവർ തിരിച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് ഏകദേശം എവിടെ ഒരു ചെറിയ ഹോപ്പ് ഉണ്ടെന്നല്ലാതെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഇപ്പോഴും നമുക്കൊരു ഉറപ്പുമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതാണ് എനിക്കും അറിയാത്ത എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രശ്നം, ഇപ്പൊ ഏറ്റവും ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രാവോയാണ്. കാരണം ഇതിപ്പം ഇത് ആക്ച്വലി ചെറിയൊരു സെർവറായിട്ട് തുടങ്ങിയിട്ട് ഇതിന്റെ ഒരു വളർച്ച കണ്ടിട്ട് ഗ്രാജ്വലി ഇത് വളർന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ കളിക്കുന്ന പ്ലേയേഴ്സിന് അത്രയും യൂണീക്കായിട്ട് നിൽക്കണം, അത്രയും എന്താ പറയുന്നത്, എപ്പോഴും ഭയങ്കര ന്യൂ ലുക്കിൽ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഫീച്ചറിസ്റ്റിക് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ വേറൊരു സെർവർ ഇല്ലാത്ത കാര്യങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണ് ബ്രാവോ ഇതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ പറയാറുണ്ടായിരുന്നു ബ്രാവോയോട് വേണോ ബ്രാവോ. പക്ഷെ ബ്രാവോയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പം ബ്രാവോയ്ക്ക് എന്താ പറയുക, ഈ സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ പലപ്പോഴും ബ്രാവിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ബ്രാവോ ഇത്രയും കാശ് ഈടാക്കുന്നത്. നിങ്ങൾ കുറച്ച് ബ്രാവോ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തതിൽ ഒരു ഹെക്ടിക് എമൗണ്ട്, ഒരു വലിയൊരു എമൗണ്ട് ആക്ച്വലി ബിബുവിന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ബിബുവിന്റെ അത്രയും ഗോൾഡ് പണയം വെച്ച് ഇപ്പം ഇന്ന് തിരിച്ച് ഇപ്പം എന്താ പറയുക ഈ പ്രീമിയം അങ്ങനെയൊക്കെ റിട്ടേൺ കിട്ടുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ സ്ക്രിപ്റ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ
തിരിച്ച് നിങ്ങൾ ആ സ്വർണ്ണം എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ബ്രാവോ പറഞ്ഞു ടൈം ഉണ്ടല്ലോ ബ്രോ, നമുക്ക് ഇനിയും സിറ്റി കുറച്ചുകൂടെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് എടുക്കാം, സെറ്റാക്കാന്ന് പറഞ്ഞ് ഇരുന്നതാ. പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ പോയി. എന്ത് ചെയ്യുന്നു യാതൊരു എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ ഇത് ഞങ്ങൾ ആക്ച്വലി ബ്രാവോയുടെ ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ എറണാകുളം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എനിക്കറിയത്തില്ല എന്ത് പറയും, എനിക്കറിയത്തില്ല. ബ്രാവോ എനിക്കറിയത്തില്ല. ഞാൻ എന്ത് പറയാനാ ബ്രാവോയോട്? ഒന്നും പറയാൻ പറ്റത്തില്ല. കൂടെ നിൽക്കുമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും സപ്പോർട്ടാണ്. ഇതിലുള്ള നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ആയാലും ടൈം എഫേർട്ട് ആയാലും അത് നിങ്ങളുടെ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്താണ്. പക്ഷേ നിങ്ങളുടെ നേരത്തുനിന്ന് കിട്ടിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര ഇതാണ്. അത് അത് പറയാനാ ഹെൽപ്ഫുൾ അല്ല ഇവിടെ. അത് ഹെൽപ്ഫുൾ ഇല്ല. അല്ല. അത് ബട്ട് നമുക്ക് മെന്റലി നമ്മൾ ചെയ്ത ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് അത്രയും ഇല്ല, വലുതായിട്ട് കാണാൻ അത് പറ്റും. സമ്മതിക്കണം കേട്ടോ. അതായത് ഇന്നലെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ബ്രാവോയ്ക്ക് എനിക്ക് വന്ന കോളിനും മെസ്സേജിനും കൈ കണക്കില്ല. നമ്മളൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ചേക്കുന്ന അപ്പുറമാണ് ഈ ഒരു സിറ്റീനെ എന്താ പറയുക സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. എന്തുമാത്രം അതിൽ എന്റെയൊക്കെ DM വന്ന് കുറെ പേര് മെസ്സേജ് ബ്രോ പൈസ വന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിനും റെഡിയാണ് ബ്രോ, സിറ്റി തിരിച്ചു കൊണ്ടുപോകണം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി പേര് മെസ്സേജ്. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ വിഷമമാണ്. ഇപ്പൊ നമ്മള് 2 വർഷം കൊണ്ടാണ് നമ്മളിത് 2 വർഷം മണ്ടയ്ക്കായി. ഇപ്പൊ 2 വർഷം ഒരു വർഷത്തിന് മേലെ 2 മാസം ഏപ്രിൽ 27 തോന്നുന്നു. 27 ഏപ്രിൽ 27 നമുക്ക് സർവീസ് സ്റ്റാർട്ട്. ഇപ്പം ഒരു 2 വർഷം 2-3 മാസമായി. ആക്ച്വലി 2 വർഷം പോയത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഡെയിലി രാവിലെ എണീക്കുന്നു, സിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, ലൈവ് ഇടുന്നു, അല്ലെങ്കിൽ അതിന്റെ പേരിൽ കം ബാക്ക് സ്ട്രോങ്. നമുക്ക് തിരിച്ചു വരാനൊക്കെ പോസിബിൾ ആണ്. പക്ഷേ തിരിച്ച് ഇപ്പൊ നമുക്ക് പുതിയൊരു കീ തുടങ്ങി പുതിയ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൽ പ്രശ്നം വെച്ചാൽ നമുക്ക് അത്രയും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. എന്റെ ഒരു ഏകദേശ കണക്കാണ്, അത് കറക്റ്റ് എനിക്കറിയില്ല. അറൗണ്ട് ഒരു 20 lakhs അടുത്ത് നമ്മുടെ ഒരു ഐഡിയ ഇല്ല, അത്രയും ഉണ്ട്. 20 lakhs എബോ കാണും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോലുമില്ല. ഒരു പോയിന്റ് വരെയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എത്ര രൂപ ചിലവാക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ച് കൂട്ടി ചെയ്തതിനൊന്നും കൈ കണക്കില്ല. നിങ്ങളൊന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് നമ്മുടെ CFC പേജിൽ ഒരു പേജിൽ 25 സ്ക്രിപ്റ്റ്സ് ആണ്. അതിങ്ങനെ 150 to 160 പേജ് ഉണ്ട്. അറൗണ്ട് 3700 to 4000 അടുത്ത് സ്ക്രിപ്റ്റ്സ് നമ്മുടെ ഈ മാസ്റ്ററിൽ കിടപ്പുണ്ട്. അത് എല്ലാം അറൗണ്ട് ഒരു 5K to 6K എബോവ് ആണ്. ഏറ്റവും മിനിമം 6K ആണ്. സ്ക്രിപ്റ്റ് അല്ല, ഇനി ഓൺ ആയിട്ട് റൈറ്റ് ചെയ്ത് സ്റ്റാർട്ട് ആക്കി കൂടെ, പണ്ട് ഗോകു ടിക്കപ്പ് ചെയ്ത പോലെ. അത് സിമ്പിൾ അല്ല, നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു മൊമെന്റിൽ നടക്കുന്ന കേസല്ല. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസ് കിട്ടണം. നമുക്ക് ഇനി ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അപ്പൊ അതിന് CFC സൈഡിൽ നമുക്ക് വേണം. പിന്നെ ഇത് പോസിബിൾ ആണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഒരു കീ പോയി, അത് നമുക്ക് ഇതില്ല. അത് പറ്റൂല. ആ കീ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ കീ വെച്ച് ഇതാക്കാനൊന്നും പറ്റില്ല. ആ കീ റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് അത് ടെർമിനേറ്റഡ് ആണ്, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കീ പോയി. ആ കീയിലുള്ള അസറ്റ്സും ആ കീയും എല്ലാം ഫുള്ളി പോയി. അത് നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. കീ ഡെമ്മിയായിട്ട് അവിടെ കിടക്കാം. അതിനകത്തുള്ള എന്താണ് അസറ്റ്സ് ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ അത് യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓപ്പൺ സോഴ്സ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചിലപ്പം യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. മേ ബി വേറെ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അതിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. അതും വിരലെണ്ണാവുന്ന സ്ക്രിപ്റ്റ്സ് ഒക്കെ കാണത്തില്ല. കൂടി പേര് 10-20 എണ്ണം ഒക്കെ കാണുമായിരിക്കും മേ ബി. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രിപ്റ്റ്സിന്റെ ഓപ്പൺ സോഴ്സ് കിട്ടും, അതിന്റെ എസ്ക്രോഡ് വെർഷനും കിട്ടും. എസ്ക്രോഡ് വെർഷൻ വെച്ചാൽ ലോക്ക്ഡ് ആണ്. അതിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാനോ അതിന് കസ്റ്റമൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അത് നമ്മൾ മിക്കതും മേടിക്കുന്ന എല്ലാം എസ്ക്രോഡ് ആയിരിക്കും. കാരണം ഈ എസ്ക്രോഡിന് ഇപ്പോൾ ഒരു എസ്ക്രോഡ് സ്ക്രിപ്റ്റ്സിന് $20 ഉള്ളെങ്കിൽ അതിന്റെ ഓപ്പൺ സോഴ്സ് മേടിക്കണമെങ്കിൽ $90 to $100 കൊടുക്കണം. അപ്പൊ അത്രയും കൂടുതൽ പൈസ കൊടുത്താലേ കിട്ടും. അപ്പൊ നമ്മൾ മിക്കതും എസ്ക്രോഡ് ആയിരിക്കും മേടിക്കുക. ഹലോ, പറഞ്ഞോളൂ. ആ ഞാൻ അയച്ചു തരാം. ഇത് കഴിഞ്ഞിട്ടൊന്ന് അയച്ചു തരാം. ആണോ? ഞാൻ ഇത് അയച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് അയച്ചു. ശരി.
ബ്രോ റെസ്പോൺസ് വന്നോ എന്നല്ലേ ചോദിച്ചോളൂ. റെസ്പോൺസ് വന്നില്ല ഗൈസ്. റെസ്പോ നമുക്കറിയാൻ കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ തിരക്കെടുത്ത എല്ലായിടത്തും അവർ റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതുവരെ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത ചരിത്രം ഇല്ല. അല്ല സെയിം നെയിം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എസ്ലാൻഡിസ് എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. സെയിം നെയിം യൂസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അത് നമ്മൾ ബ്രാൻഡാണ് ഇസ്ലാൻഡീസ് എന്നുള്ളത്. അത് പ്രശ്നമില്ല. നമുക്ക് വേറെ സെർവേഴ്സ് തുടങ്ങാം. ഇസ്ലാൻഡീസിന്റെ പേര് വേറെ സെർവറൊക്കെ തുടങ്ങാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ആ കീ പോയി. അതിൽ തുടങ്ങാനൊന്നും പറ്റൂല. ഈ വേറെ സെർവർ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ തുടങ്ങും ബ്രോ? ഇപ്പം ഇപ്പം നമുക്ക് പേടിയാണ് ആക്ച്വലി. പേടി മാത്രമല്ല, നമുക്കൊരു ഉറപ്പ് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഇനി ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 3 ടു 4 ലക്ഷം രൂപ അടുത്ത് വേണം. കാരണം നമ്മുടെ ഇപ്പം കറന്റ് സിറ്റിയുള്ള എല്ലാ സ്ക്രിപ്റ്റ്സും പർച്ചേസ് ചെയ്യണം. രണ്ടാമത് വീണ്ടും വേറെ കീ. പിന്നെ പാട്രിയോണ്, സബ്സ്ക്രിപ്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു 2 ടു 3 ലാക്സ് കൂട്ടിക്കും. ഈ 3 ലാക്സ് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ 3 ലാക്സ് വീണ്ടും വേസ്റ്റ് ആണ്. അപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ ബ്ലാങ്ക് ആണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്നൊന്നും അറിയില്ല. ഇപ്പം അറിയില്ല എന്ത് ചെയ്യുമെന്ന്. ഇല്ല ഇനിയിപ്പോൾ സെർവർ തുടങ്ങി പെട്ടെന്ന് വിടാൻ പറ്റത്തില്ല. അതേ പറഞ്ഞു ഇനി പ്രോപ്പർ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് പോലും ലീക്ക്ഡ് യൂസ് ചെയ്തിട്ടില്ല. റോക്ക് സ്റ്റാറിന്റെ അല്ലെങ്കിൽ 5Mന്റെ എല്ലാ പോളിസീസും നമ്മൾ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ്. അതിൽ എല്ലാ കാര്യങ്ങളും എന്താണ് പറയുന്നത്, ഇപ്പം കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾ യൂസ് ചെയ്യുന്ന സർവീസ് പലതും ഉണ്ട്. ഇപ്പം ഫുഡ് സർവീസ് വരെ കോപ്പിറൈറ്റഡ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് പോലും നമ്മൾ അറൗണ്ട് ഒരു 3 ലക്ഷം രൂപ അടുത്ത് 3 ലക്ഷം രൂപ അടുത്ത് വെഹിക്കിളിന് മാത്രമായിട്ട് നമ്മൾ മുടക്കിയിട്ടുണ്ട്. 3 ലക്ഷം രൂപ ഉണ്ടായി. അതായത് കസ്റ്റം വെഹിക്കിൾസ്, അതായത് ഒരു കോപ്പറേറ്റീവ് ഇല്ലാത്ത വെഹിക്കിൾസ് നമ്മൾ സിറ്റിക്ക് വേണ്ടി. അത്രയൊക്കെ നമ്മൾ എന്താണ് ഇതാക്കിയതിന് ശേഷവും റോക്ക് സ്റ്റാർ ചുമ്മാ എടുത്ത് കളഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. ഒരു കാര്യം ശരിയാണ്. അത് ഇപ്പം ഒരു എൻ്റെ ഒരു തോന്നലിൽ ഇത് വെച്ചിട്ട് ഒരു 35,000 to 40,000 അടുത്ത് 5M സർവീസ് ഉണ്ട് വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ. അതിൽ ടോപ്പ് 100 ഒരു സെർവറാണ് നമ്മൾ. അപ്പം അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ഇല്ല. അതാണ് കാര്യം. ഒരു ബാങ്ക് QR കറണ്ട് അക്കൗണ്ട് നൈറ്റ് സ്ട്രീം വരാൻ പറ ബ്രാവോ, ഇഷ്യൂ വിൽ ബി സോൾവ്. ബ്രോ ഇത് ഫണ്ട് റേസ് ചെയ്യാൻ അങ്ങനെ അതിന്റെ ആവശ്യം നമ്മൾ ഇതുവരെ അങ്ങനെ ആരോടും ഫണ്ടൊന്നും മേടിച്ചില്ല ബ്രോ. അത് നമുക്ക് താല്പര്യമില്ലാത്ത ഇതാണ്. അത് ഇപ്പൊ നിങ്ങളത് പറഞ്ഞത് നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങൾ ഈ സെർവർ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് എന്താ പറയുക, പ്രോപ്പർ ഒരു നമുക്ക് തന്നെ ഒരു ഉറപ്പ് വരണം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. SRK മിസ്സിംഗ് അത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ ഒരു ഐഡി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. SRK എവിടെയാണെന്നുള്ളത്. റോക്സ്റ്റാർ പറയുന്ന ഇഷ്യൂ കുറെ ഉണ്ട് ബ്രോ. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതാണ് ചൈൽഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റും സിറ്റി പാടില്ല. സ്കൂള്, അല്ല ഇനിയൊരു പെറ്റ്. അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, കുറേ വേറെ റൂൾസ് കാര്യം കൂടെ, ഉണ്ടാവും. അതൊക്കെ ചെയ്തിട്ട് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് ഇനി നമ്മൾ വേറെ കാര്യം അപ്പിലെത്തുള്ളൂ. പറയാം. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു സെർവർ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ വരുവാണെങ്കിൽ തന്നെ റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇനി കുറെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും റൂളിൽ. പ്രോപ്പറായിട്ടുള്ള എന്താ പ്രോപ്പർ റൂള് എന്താ പറയുന്നത്, എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ പറയരുത് എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയരുത്. കാരണം ഒരിക്കൽ പറ്റിയത് പിന്നെ പറ്റാൻ പാടില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ 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 ആയിരിക്കും ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ. നെക്സ്റ്റ് വാട്ടെന്നുള്ളത് അറിയില്ല ബ്രോ. ഇപ്പം ബ്രാവോ എണ്ണിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ. അറിയില്ല. മേ ബി ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, തോറ്റു കൊടുക്കില്ല എന്തായാലും നമ്മൾ. അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ വിട്ടിട്ട് നമ്മൾ പോകത്തില്ല. എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരും. സ്റ്റെപ്സർ ഒന്നും പറ്റില്ല. അതായത് CFX ഇപ്പം ഡൈനുവിന്റെ പേരിലുള്ളതായിരുന്നു CFX. ഡൈനാമിക് 6 എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ ആ ഒരു ഫോറമാണ്, ആ ഒരു CFXC ആണ് ബാൻ ചെയ്തവർ. അതിനകത്താണ് നമുക്കൊരു CFXയിൽ 3 കീ ആണ് കിട്ടുന്നത്. 3 കീ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു കീ നമ്മൾ മെയിൻ സിറ്റിക്കും, ഒരു കീ ടെർഫിനും, ഒരു കീ ഡെവലപ്പിംഗ് സെർവറിനുമാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 3 കീയും പോയി. ഇനി നമ്മൾ അത് റീജനറേറ്റ് ചെയ്ത് വേറെ കീ ആക്കിയാലും. ഈഗോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 50 കിക്സ് ബ്രോ. ഇനി നമ്മൾ വീണ്ടും റീജനറേറ്റ് ചെയ്തൊക്കെ നോക്കി. അപ്പൊ അത് വർക്ക് ചെയ്യത്തില്ല. ആ കീ പോയി. ആംസി ബ്രോ താങ്ക് യു ബ്രോ.
ഉം. ഇനി നെക്സ്റ്റ് സെർവർ വരുവാണെങ്കിൽ ചൈൽഡ് ബെഡിങ് ഇല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അടുത്ത സെർവർ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ ഗൈസ്. അത് കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ല. മേ ബി നോട്ട്, ഒരു 50-50 ചാൻസ് ആണ്. എന്തായിരിക്കും എന്നുള്ള ഒരു ഇത് പിന്നെ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. ഇനി അഥവാ നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് കിഡ്പെഡോ അല്ലെങ്കിൽ ഈ പോളിസി പ്രകാരം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ റൂൾസും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോ അങ്ങനെ വിട്ടുവീഴ്ച അല്ലെങ്കിൽ എന്താ പറയുക, പാവം വിചാരിക്കുന്നവരില്ല. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ ബാക്കി കഴിഞ്ഞു. ഗ്യാങ് അല്ല അസെക്സ് ഒന്നും ഇതില് പോകത്തില്ല ഞാൻ കേസ്. അതായത് ഗ്യാങ് ഹൗസ്, ഗ്യാങ് വെഹിക്കിള്, ഗ്യാങ് ഡ്രസ്സസ് അങ്ങനത്തെ അതൊന്നും സീനില്ല. കാരണം അതൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ കീഴിലോട്ട് ഈ പർട്ടിക്കുലർ ഗ്യാങ്ങിന്റെ നിന്ന് വീണ്ടും നമ്മുടെ കീഴിലോട്ട് ആടി നയിക്കാൻ പറ്റും. ഗ്യാങ് അസെക്സ് അത് ഒന്നും മേടിക്കാൻ പോകത്തില്ല. പറ്റുന്നല്ലേ ഉള്ളൂ. അതായത് ഇത് നമുക്ക് പോവാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്യാങ്ങിന്റെ അസെക്സ് ഒന്നും പോകത്തില്ല. അതുപോലെ നമ്മൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത മാപ്പിങ്സ്, ഇപ്പൊ നമ്മൾ കസ്റ്റമായിട്ട് ചെയ്ത സ്ക്രിപ്റ്റ്സ്, ഇതൊന്നും പോകത്തില്ല. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. അത് നമുക്ക് വേറെ കീഴിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് താങ്ക് യു. നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ പെയ്ഡ് ആയിട്ട് അത് പർച്ചേസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. റിപ്പോർട്ട് അടിച്ചത് ആരും ഗൈസ്, അതിപ്പം ആരാന്നും നമുക്ക് അവര് പറയത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആരാ ഞങ്ങളെ റിപ്പോർട്ട് അടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയത്തൊന്നുമില്ല. അല്ല ഇതിനു മുന്നേ നമ്മൾ 18+ ആക്കിയപ്പോ എല്ലാവരും വന്ന് ചോദിച്ചു അവർക്കൊക്കെ ടാലന്റഡ് അല്ലേ, ഇങ്ങനല്ലേ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രശ്നമാണ് ഇത്. അതിനുള്ള പ്രശ്നമാണ് എന്നിട്ടും നമ്മള് ഇതേപോലത്തെ കുറെ കാര്യങ്ങള് ഇഷ്യൂ ഉണ്ട്. ഒരു റിപ്പോർട്ട് വന്നാൽ അല്ല അത് സോൾഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ റോക്സ്റ്റാർ ആക്ഷൻ എടുക്കും. റോക്സ്റ്റാറിന് ഇത് ആയിരക്കണക്കിന് സെർവറിൽ ഒരു സെർവർ അത്രേ ഉള്ളൂ അവർക്ക്. അതായത് നമ്മള് ഇവിടെ പല ഡിസിഷനും എടുക്കുമ്പോൾ അല്ലെ പല കാര്യങ്ങളും സ്ട്രിക്റ്റ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പ്രഷർ വരാറുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തിനാക്കുന്നു ഇങ്ങനെ ആക്കുന്നതെന്ന്. ആക്ച്വലി നമ്മുടെ അവസ്ഥ അതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. എന്നിട്ടും നമ്മൾ റിസ്ക് എടുത്ത് പല കാര്യങ്ങളും നമ്മൾ മാറ്റി ബാക്കിയുള്ളവരെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ, നമ്മൾ 80+ ആക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ 17+ ഗ്യാങ് ആക്കാവുന്നതിന് ശേഷം പിന്നെ 16 ഉള്ളവരെ കളിപ്പിക്കാൻ നേരെ നമ്മൾ തീരുമാനമാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഇഷ്യൂ വന്ന് 18+ ആക്കി. 18+ ആക്കിയപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. നമ്മള് നേരത്തെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്തില്ല നമ്മുടെ സെർവറിന് ഇഷ്യൂ വരും എന്നുള്ളത്. പക്ഷെ അത് അന്ന് പലരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഇപ്പം എല്ലാവർക്കും അത് മനസ്സിലായി കാണും. കാരണം വൺസ് ഒരു സെർവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്രൈവ് ചെയ്യാനോ പിന്നെ പറ്റില്ല. അത് പോയതാണ്. ചെയ്യാൻ പറ്റില്ല. ബ്രോ ഇതിലുള്ള പ്രശ്നം എന്താണ്, ഇത് ആരോ റിപ്പോർട്ട് ചെയ്തോട്ടെ, ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് എല്ലാ സെർവേഴ്സും ഇനി റൂൾ സ്ട്രിക്റ്റ് ആക്കും. ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതിൽ ആ ഒരു ഗൈഡ് ലൈനിൽ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇനിയിപ്പം എല്ലാരും ലിമിറ്റഡ് ആവും. ഇല്ല ഇതിനകത്ത് അതൊക്കെ എനിക്ക് എല്ലാരും സഹിക്കേണ്ടി വരും. ഇല്ല എനിക്ക് അങ്ങനെ ഒരു issue ഉണ്ട്. ഇല്ല എനിക്ക് DM വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവർക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നത്. അതായത് വേറെ മല്ലു സർവീസ് ഉണ്ടല്ലോ, വേറെ സർവീസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷെ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേ ബി ചിലപ്പം അവർക്ക് ഇനി ഇത് മോണിറ്റർ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി. അല്ലെങ്കിൽ ചിലപ്പം അവരുടെ പേരിൽ റിപ്പോർട്ട് പോയിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെടുക്കാനുള്ള കാരണം നമ്മൾ അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും അത്രയും ഒരു പ്ലെയർ ബേസ് ഉള്ളത് കൊണ്ടുമാണ്. പിന്നെ നമുക്ക് സ്ട്രീമേഴ്സ് കൂടുതലാണ്. അത് ബാക്കി ഈ കാണുന്ന ഓഡിയൻസിനെ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവറാണ് നമ്മൾ മനസ്സിലായി. ഈ കിഡ്പെഡ് എന്ന് പറയുന്നത് മാങ്ങലത്തിലല്ലേ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കിഡ്പെഡ് ആയിട്ട് ഒരു സിറ്റിയിൽ ഒരാൾ കളിക്കുന്ന ആൾ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഏജിലുള്ള കാണുന്ന കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആ ഏജിലുള്ളവര് സെയിം ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഇത് 5 അല്ലെങ്കിൽ GTA 18+ ആക്കി വെച്ചിരിക്കുന്നത്. റോക്ക് സൂട്ട് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. റോക്ക് സൂട്ട് ഒന്നും പ്രശ്നമില്ല. റോക്ക് സൂട്ട് നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ഒരു സെർവർ തുടങ്ങാൻ ലീഗ് ഉപയോഗിച്ച് സെർവർ തുടങ്ങാനൊന്നും വലിയ പണിയൊന്നുമില്ല. പക്ഷെ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിലേ മുന്നോട്ട് പോകുന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത്. എന്നിട്ട് പോലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. ചാറ്റ് ബഗ് ആയതാണോ? ആരെങ്കിലും ഇതടിക്കുന്നുണ്ടോ ചാറ്റ്? പുതിയ സെർവറിന്റെ കാര്യത്തിനൊന്നും തീരുമാനമായിട്ടില്ല. പുതിയ സെർവറൊക്കെ ചിലപ്പോ ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്താവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ഒരു 2 കൊല്ലത്തെ അത്രയും എഫേർട്ടിലാണ്
ഒറ്റ മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. സോ നമ്മള് അതൊന്ന് റിക്കവറായി നമുക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തട്ടെ. അപ്പൊ ഇപ്പോഴും നിങ്ങളൊന്ന് വെയിറ്റ് ആക്ച്വലി ചെയ്യും. നമ്മൾ ബ്ലാങ്ക് ആണ് കേസ്. ഇപ്പോഴും എനിക്ക് ഒരു ബോധം വന്നിട്ടില്ല. നമുക്ക് ചിന്തിക്കാൻ ഒരു ഇത് വേണ്ടേ? അതും ഇല്ല ആക്ച്വലി. ഇന്നലെ അറിഞ്ഞപ്പോൾ തൊട്ട് ഒരു എന്തോ ബ്ലാങ്കാണ്. എങ്ങനെ എന്ത് ചെയ്യും അറിയില്ല. എത്ര പേരെ ഫ്യൂച്ചറാണ് ഇപ്പം എത്ര പേർ ഫ്യൂച്ചർ ഞാൻ ഇപ്പം ഇപ്പം സിറ്റിക്കകത്ത് തന്നെ പറയുന്നത് ഞാൻ ബ്രാവോ പാക്കരനെ അങ്ങനെ ഇതുകൊണ്ട് മാത്രം സ്ട്രീം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല നിങ്ങളൊന്ന് പിന്നെ ചിന്തിച്ചാൽ മതി. നമ്മള് എപ്പം ലൈവ് വന്നാലും പറയുന്നത് വാട്ട് നെക്സ്റ്റ്, എന്താണ് ന്യൂ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നാ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുമ്പോഴാണ് സെർവർ മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കുന്നത് ഇപ്പോൾ. ബ്രാവോ ഓക്കെ ആയിരിക്കും. ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പുള്ളി എനിക്കറിയത്തില്ല പുള്ളി എന്താ അങ്ങനെ. പുള്ളിക്ക് അറിയത്തില്ല, പുള്ളി ബ്ലാങ്ക് ആണ്. ഒന്നും പറയുന്നുമില്ല. ആപ്പാടെ ഡെസ്പാണ് പുള്ളി. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. അതല്ലേ എനിക്ക് പറയാൻ പറ്റുന്നത്. അല്ല അപ്പൊ അല്ല എന്തിലും ബ്രോ, കൂടുണ്ട്. നമ്മള് ഒരു 2 ഇയറിന് മേലെ ഇതിന്റെ വേക്കിലാണ് എല്ലാരും ഉള്ളത്. അല്ല ഈ ഞാൻ ടീം ഇപ്പം നമുക്ക് തന്നെ അറിയാലോ. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ട്. ഡൈനു ആയാലും ആപ്പാടെ ഡെസ്പാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഓൺ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പോളിസി എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഇത്ര എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും നമുക്കൊരു ഇങ്ങനെ വന്നല്ലോ എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു വാല്യൂ ഇല്ലാതെ നമ്മൾ എടുത്ത് കളഞ്ഞു. എത്ര രൂപ നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ 18 വയസ്സാക്കിയപ്പോൾ പോലും നമ്മൾ ആ കിഡിന്റെ ആ പെറ്റ് സൈഡ് ചിന്തിച്ചില്ല എന്നുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതാണ്. ഒരു സാധനം നമ്മൾ റൂൾ കൊണ്ടുവരുമ്പോഴായാലും ഒരു സിറ്റിയിലെ സാധനം ആഡ് ചെയ്യുമ്പോൾ എല്ലാ സൈഡും നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്യുന്നത്. പക്ഷേ 18+ ഗെയിം അല്ലെ 18+ എന്ന് പറഞ്ഞ് ആക്കിയപ്പോൾ നമ്മൾ പെഡ് കാര്യം മാത്രം ആലോചിച്ചില്ല. പെഡ് കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഏജ് മാത്രമേ ആലോചിച്ചുള്ളൂ. അല്ല ആ പെഡ് എന്നുള്ള സംഭവം ടൈമില് നമ്മൾ ചിന്തിച്ചതേ പെഡ് കളിക്കുന്ന ആൾക്കാർ 18+ ആണ്. അപ്പൊ ആ പെഡിന് ഇഷ്യൂ ഉണ്ടാകത്തില്ല, അത് ക്യാരക്ടർ ബേസ്ഡ് അല്ലേ എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. അത്രയാണ് ചിന്തിച്ചത്. പക്ഷെ അല്ല ഇനി പ്രശ്നം വെച്ചാൽ ഇനി കോംപ്രമൈസ് ഉണ്ടാകത്തില്ല പല കാര്യത്തിലും. ഇൻഷാല്ലാ ഇനി അങ്ങനെ നമ്മൾ സെർവർ കൊണ്ടുവരാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ഇതില്ല, നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. എന്താ പറയുന്നത്, ഭയങ്കര റൂഡായിട്ടൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സാധനത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ബ്രോ അപ്പീലൊക്കെ ചെയ്ത് ബ്രോ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഡൈനു ആണ് അപ്പീൽ ചെയ്യേണ്ടത്. ഡൈനു ആണ് സെർവറിന്റെ ഓണർ, മീൻ വൈ CFSന്റെ ഓണർ. അപ്പം ഡൈനു അത് ഈ മെയിൽ വന്നപ്പോൾ തന്നെ അപ്പീൽ ചെയ്തു. അപ്പീൽ ചെയ്തിട്ട് ഡൈനു ടിക്കറ്റ് റേസ് ഒക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്തു. വേറെ ടിക്കറ്റ് റേസ് ഇപ്പം അതിന് റെസ്പോൺസ് ഇല്ല. അതിന്റെ അർത്ഥം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, ഉറപ്പിച്ചോ എന്നുള്ള രീതിയാണ്. പിന്നെ എവിടെയോ ഒരു ഹോപ്പ് മേ ബി കിട്ടിയാലോ എന്നുള്ളൊരു ഇത്. റിപ്പോർട്ട് പോയേക്കുന്നത് അത്രയും പ്രോപ്പർ ആയിട്ടാണ് കാര്യങ്ങൾ. അതായത് ഇത് റിപ്പോർട്ട് അവർക്ക് ചെയ്ത ആൾക്ക് ഈ സെർവർ ഗൈഡൻസിനെ കുറിച്ചും റോക്സാന്റെ റൂൾസിനെ കുറിച്ചും ഒക്കെ കറക്റ്റായിട്ട് അറിവുള്ള ആളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. റിപ്പോർട്ട് ചെയ്തൊന്നല്ല. അതുകൊണ്ടാണ് ഒരു വാണിംഗ് പോലും വരാണ്ട് ഈ സാധനം ഡയറക്റ്റ് അടിക്കാനുള്ള സാധനങ്ങൾ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്ഷൻ വന്നേക്കുന്നത്. ചൈൽഡ് പെഡ് പോയാൽ RP പറയും ബ്രോ RP ആണോ സിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിറ്റി എന്ന് പറയത്തുള്ളൂ. RP ബ്രോ സിറ്റി ഉണ്ടെങ്കിലേ RP ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി. ചൈൽഡ് പെഡ് അല്ല ഈ അതായത് മറ്റേ പണ്ടൊരു ഡയലോഗ് ഉണ്ട്, പണം കായ്ക്കുന്ന മരമായാലും മറ്റേ കൂരയ്ക്ക് മേലെ വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണം എന്നുള്ളതാണ്. എന്താന്ന് പറഞ്ഞാലും നമുക്ക് സിറ്റി കഴിഞ്ഞിട്ട് ഒരു RP കളിക്കണമെങ്കിൽ സെർവർ വേണ്ടേ? ബ്രൈറ്റ് ഫോക്സിന്റെ ഹസ്ബൻഡ് റോക്സ്റ്റാറിലാണോ? എലിയുടെ ഹസ്ബൻഡ് റോക്സ്റ്റാറിലാണോ വർക്ക് ചെയ്യുന്നത്? ആണോ ബ്രോ? പറ്റില്ല. അപ്പൊ പണി ഉള്ളി നല്ല പുറത്തു നിന്നായിരിക്കാം മേ ബി, പറയാൻ പറ്റത്തില്ല. നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത് ആരും അതായത് ഒരു ചാൻസ് നമ്മൾ തള്ളത്തില്ല. ആരും ആകാം. കൂടെയുള്ള ആളാന്ന് പോലും ചോദിച്ചാൽ അതും അല്ലാന്ന് പോലും നമ്മൾ പറയത്തില്ല. അറിയില്ല ഇതിനകത്ത്, അറിയില്ല ആര് എങ്ങനെ എവിടുന്ന് ഒന്നും ഒരു ഐഡിയയില്ല. റോക്സാറിന്റെ ചൈൽഡ് കമ്പനിയിലാണ്. അങ്ങനെയാണ്. റോക്സാർ ട്വീറ്റ് ചെയ്ത ഓഡിയൻസിന്
കേൾക്കുമ്പോൾ അവരെ കാണും മേ ബി റെഡിയാവും. ബ്രാവോ ഓക്കെയാണെന്ന് ചോദിച്ചാൽ ഓക്കെയാടാ. എടാ നമ്മള് ഇഷ്ടപ്പെട്ട ഒരു കാര്യം 2 വർഷം കൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുന്നത് സ്വരുക്കൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ മിനുക്കി എടുത്തോണ്ട് വന്ന ഒരു സാധനം ടക്കേന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയാണ് എല്ലാവർക്കും. ആ ഷോക്ക് എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഇതിന്റെ പേരിൽ ഇടുന്ന എഫേർട്ട് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്കും മനസ്സിലാവത്തില്ല. ഇവൻ കളിക്കുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവത്തില്ല. അത് ഊണിലും ഉറക്കിലും എപ്പോഴും സിറ്റി എന്ന് പറഞ്ഞ് ഇതാക്കുന്ന. ഞാൻ ഈ സെർവർ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമാണ്. മൊത്തത്തിൽ ലൈഫ് എല്ലാം ഭയങ്കര ഇരുന്നിട്ട് അവിടുന്ന് കിട്ടിയാണ് എനിക്ക് ബ്രാവോ. ഡൈനുവിനെ നേരത്തെ അറിയെങ്കിലും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയാണ്. ബ്രാവോ, ഡൈനു, ഞാനെല്ലാം കൂടെ ഇസ്ലാമിക് സിറ്റി. അവിടുന്നാണ് എനിക്കിപ്പം എന്താ പറയുന്നത്, എനിക്കിപ്പോൾ കിട്ടിയ എല്ലാ സാധനവും എനിക്ക് ഇസ്ലാമിക് സിറ്റി തന്നതാണ്. ഇപ്പം ഓഡിയൻസ് ആയാലും എല്ലാ സാധനവും എനിക്ക് റവന്യൂ വരാൻ തുടങ്ങിയത് ഇസ്ലാമിക് സിറ്റി കാരണമാണ്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ എത്രയോ ദിവസം ഉറങ്ങാതിരുന്ന് ചെയ്തെടുത്താണ്. ഇപ്പോഴും നമ്മൾ സിറ്റി എങ്ങനെ പുതുമയിലേക്ക് എത്തിക്കാന്നുള്ള രീതി ചിന്തിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങള് കൊച്ചിക്ക് പൊക്കോണ്ടിരുന്നപ്പം ബ്രാവോ ഞാനും ബ്രാവോയുടെ എവിടെ മീറ്റ് ചെയ്താലും ഞങ്ങളുടെ സംസാരം മൊത്തം ഇസ്ലാമിക് സിറ്റി ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഈച്ച് ആൻഡ് ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. നമുക്ക് അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, റൂളിന്റെ കാര്യങ്ങൾ എല്ലാം. ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഞങ്ങളൊരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ വിളിച്ചിട്ട്, ഐ തിങ്ക് സാവേജ് ആണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് പറയുന്നത്. അല്ല, ഇതിനകത്ത് ആഘോഷിക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും വീണ് കിടക്കത്തില്ല. ഈ ആഘോഷിക്കുന്നവരോട് പറയാനാണ്, എല്ലാവരും എല്ലായ്പ്പോഴും വീണ് കിടക്കത്തില്ല. ഞങ്ങൾക്കും ഈ ആഘോഷിച്ചവർക്കും ഈ ആഘോഷിച്ച് കമന്റ് ഇടുന്നവർക്കും തിരിച്ച് മറുപടി കൊടുക്കാനുള്ള ഒരു സമയം ഞങ്ങൾക്കും വരും. ആ സമയത്ത് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം മറുപടി എന്തായാലും ഞാൻ തരും. കുറെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ വീഡിയോസിന്റെ ഇടയിലും കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സാധനത്തിനൊക്കെ ഇനി ആർക്ക് എന്ത് തോന്നിയാലും എന്ത് മൈരാന്ന് പറഞ്ഞാലും പേരെടുത്ത് വെച്ച് പറഞ്ഞ് ഞാൻ അതിന് മറുപടി തരും. ഇപ്പൊ അതിന് പറ്റിയ അവസ്ഥയിലല്ല. ഇപ്പൊ ഞങ്ങൾ താന്ന് നിൽക്കുന്ന സമയം തന്നെ ശരി സമ്മതിച്ചു. പക്ഷെ അത് ഇനി അതില് എന്ത് കോൺട്രവേഴ്സി ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും ആ പേര് എടുത്ത് വെച്ച് തന്നെ ഞാൻ തിരിച്ചു മറുപടി കൊടുക്കും. അത് കണ്ടിട്ട് എനിക്ക് അത്രയും വിഷമം തോന്നിയ കാര്യം തന്നെ. അപ്പം അതിന് ഞാൻ മറുപടി കൊടുക്കും. അത് ഉറപ്പുള്ള കാര്യം. ഞാൻ അത് വെട്ടിവെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് അത്രയും ഹോണ്ട് ചെയ്തതാണ്. ശത്രുക്കൾക്ക് പോലും ഒരു ഇപ്പൊ നമ്മൾ അയലത്ത് ഇപ്പൊ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നത്, അപ്പുറത്ത് അയലത്ത് ഉണ്ട്, നമ്മൾ ശത്രുക്കളായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലൊരു ആപത്ത് സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ആ ശത്രുവാണെങ്കിൽ പോലും അവൻ ഓടിയെത്തും. ആ ഒരു ആപത്ത് സമയത്തെങ്കിലും അവൻ അയ്യോ എന്നെങ്കിലും ഒന്ന് വെക്കും. പക്ഷെ ഈ ആപത്ത് സമയത്ത് പോലും ആഘോഷിക്കുന്നവന്മാരുണ്ടല്ലോ, ഭയങ്കര. നമ്മള് വണ്ടർ അടിപ്പിച്ചെന്താ അറിയാം, നമ്മള് ഒരുപാട് FRPന്റെ കേസിലായാലും കുറെ അടികൂടിയ ആൾക്കാർ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് നമ്മളൊന്ന് ഇതാണെന്നുള്ള. പക്ഷെ അവരെ പല ആൾക്കാരും നല്ല സപ്പോർട്ട് കാണുന്നുണ്ടല്ലോ. അതല്ല, ഇന്നലെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. പല സൈഡിൽ നിന്നും, പല സെർവർ സൈഡിൽ നിന്നൊക്കെ നമുക്ക് റെസ്പോൺസ് വന്നു. അതൊന്നും പറയാനുള്ളതായിട്ടില്ല. ഇൻസ്റ്റാഗ്രാം ഇൻബോക്സ് കാണണം. പല സൈഡിൽ നിന്നും ഭയങ്കര സപ്പോർട്ടീവായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നിങ്ങൾ സെർവർ ഇപ്പം തന്നെ അപ്പാക്കുന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള സപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം അവരോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഉറപ്പില്ല. ഇപ്പം നമ്മൾ വേറെ സാധനം തുടങ്ങിയാലും നമുക്കതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, മനസ്സിലായോ? അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നേ, സ്കോട്ട്ലാൻഡിൽ. അതാരാ പുള്ളി? എവിടെ പുള്ളി? എനിക്കൊന്ന് ബ്രോ, എനിക്കൊന്ന് DM മെസ്സേജ് അയക്കാവോ? അടിക്കും ബേബി. എന്തുവാ അതിവിടെ എന്നെ വഴക്ക് പറയാൻ വന്നേ. റോക്ക് സ്റ്റാറിൽ വർക്ക് ചെയ്യുന്ന പുള്ളി എനിക്കൊന്ന് മെസ്സേജ് അയക്കുവോ?
ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാം ബ്രോ. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. എവിടെ ടീം ഇട്ടാൽ മതി. ലാൻഡിസിന്റെ ഇതിലോ ആട് ബ്രോന്റെ എല്ലാ ഇന്നലെ APIന്റെ ലൈവിൽ 10K കാര്യം ചോദിച്ചാൽ നന്നായിട്ടുണ്ട് ബ്രോ. അത് ആ പുള്ളീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. അതായത് എനിക്ക് തോന്നുന്നു ആ പുള്ളി മെനിങ്ങാന്ന് എന്തുവാണ് ആ 10K അടുത്തുള്ള പ്ലാൻ എടുത്തത്. അപ്പൊ പുള്ളി അതൊന്നും തെറ്റുള്ള കാര്യമില്ല കേസ്. അതായത് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുള്ളി നോക്കുമ്പം പുള്ളിക്ക് എപ്പോഴും പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് ആയിരിക്കത്തില്ല വലുത്. ഇപ്പൊ നമ്മൾക്ക് കഷ്ടപ്പെട്ടുള്ള സിറ്റിയാണ് വലുതെങ്കിൽ പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് തന്നെ ആയിരിക്കും പുള്ളിക്ക്. അതിലൊന്നും തെറ്റ് പറയാൻ പാടില്ല. പുള്ളി ചോദിച്ച കറക്റ്റ് കാര്യം തന്നെ. അതിനൊരു തീരുമാനമാണ്. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രീമിയം ഇതെല്ലാം നമുക്കറിയാം. ഇതൊന്നും എങ്ങും പോത്തൊന്നുമില്ല. ഗീറോ ഇന്നലെ ലൈവ് പറഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ സെർവർ വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്കും ഒരു വിശ്വാസം വരണം. നമ്മളൊരെണ്ണം പൊക്കിയെടുത്തോണ്ട് വന്ന് അടുത്ത ഒരെണ്ണം പൊക്കിയെടുത്തോണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇഷ്യൂ ഒന്നും വരത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നോക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു അടി കിട്ടി. ഇനി ഒരു സാധനം തുടങ്ങും അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പാടില്ല. സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വരുത്തിയിട്ട് ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യത്തുള്ളൂ. സോ ആരും റഷ് ചെയ്ത് എക്സ്പെക്ട് ചെയ്യരുത്. റൂളുകൾ ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് റോക്ക് സ്റ്റാർ വർക്ക് ചെയ്യുന്ന ആരെങ്കിലൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എസ്ലാൻഡി സിറ്റിയുടെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ ബ്രാവഡ് ഇൻസ്റ്റയിലോ ആരെങ്കിലും ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ